ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ജീവനുള്ള രക്ഷിതാവിൻ കൂടെ നാമും ജീവിക്കും. എന്നേക്കും തൻ പിതാവിൻ രാജ്യത്തിൽ ആനന്ദിക്കും. ജയം ജയം യേശുവിൻ ദിവ്യ രക്ഷകനീതാ. ചാവിൻ കല്ലറയിൽ നിന്നും ഉയർത്തു ഹല്ലേലൂയ. ജയം ജയം ഹല്ലേലൂയ. വാഴ്ക ജീവനായക. 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 ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ എബ്രഹാം മാത്യൂസ്, തിരുവനന്തപുരം. കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഇന്നുമെന്നും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെയും നമുക്ക് ദൈവവചനത്തിന് മുമ്പാകെ കടന്നു വന്ന് ദൈവവചനമാകുന്ന കണ്ണാടിയിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ വൈരൂപ്യങ്ങളെ കണ്ടുപിടിക്കുവാനും പരിഹരിക്കുവാനും കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുവാനുമായി ദൈവം അവിടുത്തെ പുത്രൻ മുഖാന്തരം നമുക്ക് തരുന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെയും ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. 7-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 7:1. എന്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ഈ സങ്കീർത്തനം എഴുതാനുണ്ടായ സാഹചര്യം ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 24 മുതൽ 26 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ് ഈ സങ്കീർത്തനം രചിക്കുവാൻ ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായ ചില കാര്യങ്ങൾ. ഇതിന്റെ മുകൾ ഭാഗത്ത്, ഈ സങ്കീർത്തനത്തിന്റെ മുകൾ ഭാഗത്ത് ബെന്യാമീന്യനായ കൂശിന്റെ വാക്കുകൾ നിമിത്തം ദാവീദ് യഹോവയ്ക്ക് പാടിയ ഒരു വിഭ്രമഗീതം എന്ന് നമ്മൾ വായിക്കുന്നു. കൂശ് ശൗലിന്റെ ചാരന്മാരിൽ ഒരാളായിരുന്നു. നിരപരാധികളായ അനേക ആളുകൾ ഈ കൂശ് മൂലം കൊല്ലപ്പെട്ടു. എന്നാൽ അവർക്കാർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം ദാവീദ് ചെയ്യുമായിരുന്നു. എന്തെങ്കിലും പീഡകളോ തന്റെ പ്രജകളിലൂടെ തനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ ദാവീദ് ദൈവസന്നിധിയിലേക്ക് ഓടിയെടുക്കും. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്ത് നാം കാണുന്നത്, എന്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. തുടർമാനമായ ഒരു പ്രക്രിയ, നിർത്തുന്നില്ല. ശരണം പ്രാപിച്ചു എന്നല്ല, ഞാൻ ശരണം പ്രാപിക്കാൻ വരുന്നു എന്നുമല്ല, ഞാൻ ശരണം പ്രാപിക്കുന്നു. കാരണം ദാവീദിന്റെ ശത്രുക്കൾ അവനെ പിന്തുടരുകയാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇസ്രായേലിന്റെ ദൈവത്തിൽ ദാവീദ് പൂർണ്ണമായി ആശ്രയിക്കുമ്പോഴും ശരണം പ്രാപിക്കുമ്പോഴും ദാവീദ് ഒന്നാമത് ചെയ്യുന്നത് തന്റെ ഹൃദയത്തെ താൻ പരിശോധിക്കുകയാണ്. 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എന്റെ ദൈവമായ യഹോവേ, ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്റെ പക്കൽ നീതികേടുണ്ടെങ്കിൽ, എനിക്ക് ബന്ധുവായിരുന്നവനോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ. ദാവീദ് പറയുന്നത്, ഞാൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ശത്രു എന്നെ പീഡിപ്പിക്കട്ടെ. നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നാമ്പുറത്തേക്ക് നാം ചെല്ലുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഏറ്റവും പ്രധാനം നാം നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുക എന്നുള്ളതാണ്.
അതല്ലാതെ ശത്രുവിൻ്റെ ശക്തിയുടെ ആ വലുപ്പത്തെ പരിശോധിക്കുകയോ ദൈവത്തെ പഴി പറഞ്ഞിരിക്കുകയോ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നാം പ്രാരംഭത്തിൽ ഓർത്തതുപോലെ ദൈവവചനമാകുന്ന കണ്ണാടിയിലൂടെ നാം നോക്കി ഇങ്ങനെ പറയണം, ഇസ്രായേലിന്റെ ദൈവമേ, അങ്ങിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് വരികിലും അങ്ങയ്ക്ക് സമർപ്പിക്കേണ്ട വിധത്തിൽ സമർപ്പണം നടത്താത്ത ഏതെങ്കിലും അവസരങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ? ദാവീദ് ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കും, ഈ ശത്രുവിന്റെ കാര്യമൊക്കെ എന്തായി? അതൊക്കെ ദൈവം നോക്കിക്കോളും. ദൈവമാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവൻ. ദൈവം പറഞ്ഞത് ഞാൻ തന്നെ ആ കാര്യം നോക്കിക്കൊള്ളാമെന്നാണ്. ശത്രുക്കളുടെ ദുഷ്ടത അവസാനിക്കും, നീതിമാന്മാരെ പീഡിപ്പിക്കുന്നത് അവര് നിർത്തൽ ചെയ്യും. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുകയാണ്. ഈ ഭാഗത്തും ദാവീദ് പറയുന്നത്, നീ അന്തരീന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ്. 9-ാമത്തെ വാക്യം, ദുഷ്ടന്റെ ദുഷ്ടത തീർന്നു പോകട്ടെ. ഒരു പ്രത്യാശയോടെയാണ് ആ വാക്കുകൾ പറയുന്നത്. പക്ഷേ നീ ഒരാളെ ഉറപ്പിക്കണം, നീതിമാനെ. കാരണം അങ്ങ് നീതിമാന്റെ ഹൃദയങ്ങളെയും അന്തരീന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ. നമ്മുടെ ജീവിതത്തിലെ പരീക്ഷാകാലങ്ങൾ, കഷ്ടതകൾ സാക്ഷ്യത്തിൻ്റെയും ദൈവാശ്രയത്തിൻ്റെയും കാലങ്ങൾ മാത്രമല്ല, പ്രത്യുത നമ്മളെ തന്നെ പരിശോധിക്കാനുള്ള ദിവസങ്ങളുമാണ്. ദൈവം നമ്മെ പരിശോധിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഹൃദയം നമ്മോട് തന്നെ പറയട്ടെ, കുറവുകളുണ്ട്. നാം പറയുക, എനിക്കെൻ്റെ ഹൃദയം അറിയാം. എന്നാൽ എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ല. ചില കാര്യങ്ങളുടെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ട്. എന്തായാലും ഇന്ന് രാവിലെയും നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. കർത്താവ് നമ്മളിൽ നല്ല പ്രവൃത്തി ചെയ്യട്ടെ. അവിടുത്തെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.